ചലഞ്ചറിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഒരായിരം നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പഠിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു സീരീസിൻ്റെ 7ാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുൻവർഷ അല്ലെങ്കിൽ മുൻകാല ക്ലാസ്സുകൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. മക്കളെ, നമ്മൾ കഴിഞ്ഞ 6 പാർട്ടുകളിലൂടെ കിഡിലൻ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ആ ക്ലാസ്സുകൾ നിർബന്ധപൂർവ്വം കാണുക. ഉറപ്പായിട്ടും വരാൻ പോകുന്ന 10th പ്രിലിംസ്, 10th മെയിൻസ്, തുടർന്നുള്ള മറ്റുള്ള ഓരോ പരീക്ഷകൾക്കും +2 ഡിഗ്രി നിലവാരത്തിലടക്കം നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പ് തരാൻ കഴിയുന്ന ഓരോരോ വീഡിയോ ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു 6 മാർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കും തീർച്ചയായിട്ടും അത് മനസ്സിലായി കാണും. നിങ്ങളെ ഓരോ പാർട്ടും ഓരോ മാർക്കാണ്. ഇന്ന് 7ാമത്തെ മാർക്ക്, 7ാമത്തെ ക്ലാസ്സാണ്. തീർച്ചയായിട്ടും അവസാനം വരെ കാണുക, നോട്ട് തയ്യാറാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ചലഞ്ചറിൽ വരാൻ പോകുന്ന 2027 LDCക്ക് വേണ്ടിയുള്ള കിഡിലൻ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി, നല്ല സ്ട്രാറ്റജിയോടുകൂടി ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമാകാൻ തീർച്ചയായിട്ടും നിങ്ങളെയും ഏവരെയും നമ്മുടെ ചലഞ്ചറിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ചലഞ്ചറിൻ്റെ ഭാഗമായി പഠിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന 2027 LDC നമ്മൾ ഒന്നിച്ച് ക്രാക്ക് ചെയ്യും. വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും VFAയുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാനും നിങ്ങളെ ചലഞ്ചറിലോട്ട് ക്ഷണിക്കുന്നു. കൂടാതെ ഈ ഒരു ക്ലാസ്സിൻ്റെ സുഗമമായ നടത്തിപ്പിന് അവസാനം വരെയും കണ്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രം പറയുന്നു. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: 200നും 1200നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര? 200നും 1200നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര? അതല്ലെങ്കിൽ 200നും 1200നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ എണ്ണം എത്ര? അങ്ങനെയും ചോദിക്കും. 200നും 1200നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്നും ചോദിക്കും. ഓക്കെ, അപ്പം 6ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാലും 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ മക്കളെ, 200നും 1200നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം, സാധാരണ ഇത് കുറേ അധികം ആൾക്കാർ പഠിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 200നും 1200നും ഇടയിലെന്ന് പറയുമ്പം 200നെ 6 കൊണ്ട് ഹരിക്കും, 1200നെയും 6 കൊണ്ട് ഹരിക്കും. അങ്ങനെ ഹരിച്ചിട്ട് കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ കുറയ്ക്കും. ഇതാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലോട്ടും തോന്നിയത് അല്ലേ? മക്കളെ, ചെയ്യരുത്. തെറ്റുവരും. ഉറപ്പായിട്ടും തെറ്റുവരും. അതല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ട് വീണ്ടും എക്സെപ്ഷൻ പഠിക്കണം, വീണ്ടും അധിക വിവരങ്ങൾ പഠിക്കണം. അത് നല്ലതാണോ? വേണ്ട. നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചാൽ അത് എല്ലായിടത്തും പ്രാവർത്തികമാക്കാൻ പഠിക്കണം. അതല്ലാതെ ഇങ്ങനൊരു ചോദ്യം വരുമ്പം സാധാരണ എല്ലാവരും ചെയ്യുന്ന 200നെ 1200നെ 6 കൊണ്ടങ്ങ് ഹരിക്കും, ഹരണഫലങ്ങൾ തമ്മിൽ കുറയ്ക്കും. ഇനി കുറച്ച് പേര് മാത്രം എക്സെപ്ഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സംഖ്യയിൽ ശിഷ്ടം 0 വന്നാൽ ഹരണഫലങ്ങളുടെ വ്യത്യാസത്തിൽ നിന്ന് വീണ്ടും ഒന്നുകൂടെ കുറയ്ക്കണം എന്ന് പറഞ്ഞൊക്കെ. മക്കളെ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് എന്തിനാ? കറക്റ്റ് കൺസെപ്റ്റ് പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട, എത്ര വളച്ചൊടിച്ച് ചോദിച്ചാലും ചെയ്യാനും പറ്റും. ഞാൻ ഇവിടെ നമ്മൾ ഒരു എക്സെപ്ഷനും ഇല്ലാതെ ഒറ്റ മെത്തേഡിൽ ഇങ്ങനെ ചോദ്യങ്ങൾ, ഇത്തരം ചോദ്യങ്ങൾ എപ്പോൾ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതി പറഞ്ഞു തരട്ടെ. അതിന് ഇത്രയേ ഉള്ളൂ. 200നും 1200നും ഇടയിലുള്ള, ശ്രദ്ധിക്കുക, 200നും 1200നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്നതാണ് ചോദിക്കുന്നത്. എന്താ മക്കളെ? 200നും 1200നും ഇടയിലുള്ള, ശ്രദ്ധിക്ക്, 200നും 1200നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം. ഇവിടെ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. രണ്ടാമത് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞുതരാം. പറഞ്ഞാൽ മനസ്സിലായോ? ഒന്നുമില്ല. നമ്മൾ ആദ്യം ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ മക്കളെ, ഇടയിലുള്ള എന്നൊരു വാക്കാണ് വന്നതെങ്കിൽ കേട്ടോണേ. ഇന്നതിനും ഇന്നതിനും ഇടയിലുള്ള ഇന്നതിൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ ഇന്നത് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം എന്ന് ചോദിക്കുമ്പം നിങ്ങൾ ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ എടുക്കണം. ആദ്യത്തെ സംഖ്യ മീൻസ് 200നെ അങ്ങനെ തന്നെ എടുക്കണം. രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും മക്കളെ എപ്പോഴും ഒന്ന് കുറയ്ക്കണം. രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും എപ്പോഴും മക്കളെ ഒന്ന് കുറയ്ക്കണം. മറന്നു പോകരുത്, രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും എപ്പോഴും ഒന്ന് കുറയ്ക്കണം. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ ഒരിക്കലും മറ്റൊരു കാര്യങ്ങളും പഠിക്കേണ്ടി വരില്ല. ഇതെപ്പോഴും ഇത് മാത്രം ചെയ്താൽ പെർഫെക്റ്റ് ആൻസർ കിട്ടും. ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ, രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും ഒന്ന് കുറയ്ക്കണം. അപ്പോൾ 1200ൽ നിന്ന് ഒന്ന് കുറച്ചാൽ 1199.
ശേഷം നമ്മൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് പോലെ 2നെയും നമുക്ക് 6 കൊണ്ട് ഹരിക്കാം. കാര്യം 6ന്റെ ഗുണിതങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 2നെയും 6 കൊണ്ട് ഹരിക്കും. അപ്പോൾ എന്തോ ചെയ്യണ്ടേ? ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും എപ്പോഴും ഒന്ന് കുറയ്ക്കണം. ഏത് വാക്കുണ്ടെങ്കിൽ ഇടയിലുള്ള അഥവാ ബിറ്റ്വീൻ, മക്കളെ ഇടയിലുള്ള അഥവാ ബിറ്റ്വീൻ എന്നൊരു വാക്കുണ്ടെങ്കിൽ എപ്പോഴും ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം. 6 കൊണ്ട് ഹരിക്കാൻ പോവുക. 6 3 18, ശിഷ്ടം 2, 20 വീണ്ടും 6 3 18, ശിഷ്ടം 2. ഓക്കെ, ബാക്കി പോയിന്റ് ഒന്നും ഇടാൻ നിൽക്കേണ്ട. ഹരണഫലം ഇത് മാത്രം കിട്ടിയാൽ മതി. ഇവിടെ 1 മക്കളെ 6, ശിഷ്ടം 5, 59 6 9 54, ശിഷ്ടം 5, വീണ്ടും 9 6 9 54, ശിഷ്ടം 5. ശിഷ്ടം എന്താ വന്നോട്ടെ, ശിഷ്ടം വന്നാലും ശിഷ്ടം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ശിഷ്ടം എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഇനി വലിയ ഹരണഫലത്തിൽ നിന്നും അഥവാ 199 നിന്നും ചെറിയ ഹരണഫലം കുറയ്ക്കുന്നതാണ് ശരി ഉത്തരം. വലിയ ഹരണഫലത്തിൽ നിന്നും ചെറിയ ഹരണഫലം കുറയ്ക്കുന്നതാണ് നമ്മുടെ ശരി ഉത്തരം. 9 ന് 3 കുറച്ചാൽ മക്കളെ 6, 9 ന് 3 കുറച്ചാൽ വീണ്ടും 6, 166. 166 നമ്മുടെ ശരി ഉത്തരം. എങ്കിൽ 200നും 1200നും ഇടയിലുള്ള 6ന്റെ ഗുണിതങ്ങളുടെ എണ്ണം മക്കളെ 166. 166. ഇനി കേട്ടോ, എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുതരട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുതരട്ടെ. അതായത് മക്കളെ, ഞാൻ ആദ്യം 200നെ 6 കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 മുതൽ 200 വരെയുള്ള 6ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടെത്തി എന്നാണ്. എന്നൂടെ പറയാം, ഞാൻ 200നെ 6 കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 മുതൽ 200 വരെയുള്ള 6ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടെത്തിയെന്ന്. 1 മുതൽ 200 വരെയുള്ള 6ന്റെ ഗുണിതങ്ങളുടെ എണ്ണമാണ് മക്കളെ 33. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ 18നെ മക്കളെ 4 കൊണ്ട് ഹരിക്കുമോ? 4 4 16, ശിഷ്ടം 2. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം 1 മുതൽ 18 വരെയുള്ള 4ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടെത്തിയെന്ന്. 1 മുതൽ 18 വരെ ശരിയല്ലയോ? 1 മുതൽ 18 വരെ 4ന്റെ 4 ഗുണിതങ്ങളല്ലേ ഉള്ളത്? 16 വരെ കണ്ടോ? 16 വരെ ശരിയാണോ? ശരിയല്ലോടാ. 1 മുതൽ 18 വരെ 4ന്റെ 4 ഗുണിതങ്ങളാണ് ഉള്ളത്. ശരിയല്ലയോ? 18 വരെ 4ന്റെ 4 ഗുണിതങ്ങളേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് തന്നെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ 200നെ മക്കളെ 6 കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 മുതൽ 200 വരെ 6ന്റെ 33 ഗുണിതങ്ങളുണ്ട് എന്നല്ലേ അർത്ഥം? 1 മുതൽ 200 വരെ 6ന്റെ 33 ഗുണിതങ്ങളുണ്ട്. ഞാനത് വരച്ച് കാണിച്ചു തരാം. സംഭവം ഇത്രയേ ഉള്ളൂ. 1 മുതൽ 200 വരെ മക്കളെ, 1 മുതൽ 200 വരെ 6ന്റെ 33 ഗുണിതങ്ങൾ കണ്ടോ? 1 മുതൽ 200 വരെ 6ന്റെ മക്കളെ 33 ഗുണിതങ്ങൾ. ഓക്കെ, രണ്ടാമത് ഞാൻ 1199നെ 6 കൊണ്ട് ഹരിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 മുതൽ 1199 വരെ 6ന്റെ 199 ഗുണിതങ്ങളുണ്ട്. ശരിയാണോ? 1 മുതൽ 1199 വരെ 6ന്റെ 199 ഗുണിതങ്ങളുണ്ട്. ശരി, അപ്പോൾ 1 മുതലാണേ, 1 മുതൽ 1199 വരെ 1199 വരെ മക്കളെ 6ന്റെ പറ 199 ഗുണിതങ്ങളുണ്ട്. 199 ഗുണിതങ്ങളുണ്ട്. ശരിയല്ലേ? എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1 മുതൽ 1199 വരെ 6ന്റെ 199 ഗുണിതങ്ങളുണ്ട്. അവിടെ നിന്നും 1 മുതൽ 200 വരെ 6ന്റെ 33 ഗുണിതങ്ങളുണ്ട്. എങ്കിൽ ഇതിൽ നിന്നും മക്കളെ ഇത് കുറച്ചാൽ ബാക്കി കിട്ടുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്? ബാക്കി കിട്ടിയ 166 ഗുണിതങ്ങളെന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെയാണ്? 201 മുതൽ 200 മുതലല്ല മക്കളെ, 200 വരെ 33 ഗുണിതങ്ങളുണ്ട്. 200നെ ഹരിച്ചെന്ന് പറഞ്ഞാൽ 200 വരെ 33 ഗുണിതങ്ങളുണ്ട്. എങ്കിൽ ഇനിയുള്ളത് 201 മുതലല്ലേ? 201 മുതൽ മക്കളെ, 201 മുതൽ 1199 വരെ കണ്ടോ? 201 മുതൽ ബാക്കിയുള്ള ഗുണിതങ്ങൾ മക്കളെ 200 വരെ 33 ഗുണിതങ്ങളുണ്ട്. 200 വരെ എങ്കിൽ ബാക്കിയുള്ളത് 201 മുതലല്ലേ? 201 മുതൽ 1199 വരെയാണ് ബാക്കിയുള്ള 166 ഗുണിതങ്ങൾ. ശരിയല്ലേ? ഇനി നമ്മുടെ ചോദ്യം ഒന്ന് വായിച്ചേ. 200നും 1200നും ഇടയിലുള്ള 6ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര?
200നും 1200നും ഇടയിലെന്ന് പറയുമ്പം മകളെ 200 എടുക്കാൻ പറ്റുമോ? ഇടയിൽ മതി, ഇടയിൽ മതി. ഇടയിൽ പറയുമ്പോൾ 200 എടുക്കാൻ പറ്റുമോ? പറ്റില്ല. എടാ 1200 എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താ? എടാ 200നും 1200നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളെ മതി. അപ്പോൾ 200 എടുക്കാൻ പറ്റില്ല, 1200 എടുക്കാൻ പറ്റില്ല. അപ്പോൾ എവിടം മുതൽ എവിടം വരെ? 201 മുതൽ 1199 വരെയുള്ള 6ൻ്റെ ഗുണിതങ്ങളെ മതി. എവിടെ നോട്ടാ? ഒന്നുകൂടെ പറ. എടാ 201 മുതൽ, ശരിയല്ലോടാ? 201 മുതൽ, ശരിയല്ലോടാ? 201 മുതൽ 1199 വരെയുള്ള ഗുണിതങ്ങളെ മതി നമുക്ക്. ശരിയല്ലേ? എടാ 200നും 1200നും ഇടയിലെന്ന് പറയുമ്പം 200ഉം വേണ്ട, 1200ഉം വേണ്ട. പിന്നെ എവിടം തൊട്ട് എവിടം വരെ മതി? 201 തൊട്ട് 1199 വരെ. അതാ നമുക്കിവിടെ കിട്ടിയതും. അല്ലേ? ശരിയല്ലേ? സിമ്പിളല്ലേ? നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. എടാ ഇടയിലെന്നൊരു വാക്ക് കണ്ടാൽ ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ എടുക്കണം. രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും എപ്പോഴും 1 കുറയ്ക്കണം. രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും എപ്പോഴും 1 കുറയ്ക്കണം. രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും എപ്പോഴും 1 കുറയ്ക്കണം. ക്ലിയർ ആണോ? 2 ഹരണഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണെന്ന് കരുതട്ടെ. എളുപ്പമല്ലേ? നമ്മുടെ ശരി ഉത്തരം 166 ആണ്. അപ്പം ബിറ്റ്വീൻ വന്നാൽ ചെയ്യേണ്ട കാര്യം മനസ്സിലായോ? ചെയ്യേണ്ട കാര്യം പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായോ? ഓക്കെ അല്ലേ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്തൊരു ചോദ്യം നോക്കാം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ 1200 ഹരിച്ചിരുന്നെങ്കിൽ, മക്കളെ, നിങ്ങൾ 1200 ഹരിച്ചിരുന്നെങ്കിൽ, എടാ 1200 എന്ന് പറയുന്നത് 6ൻ്റെ ഒരു ഗുണിതമാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് 200 വന്നേനെ. 200. പലരും 200ൽ നിന്ന് 33 കുറച്ചാൽ മക്കളെ ഇത് കിട്ടുമോ? 167 കിട്ടുന്നത്. 167. പക്ഷെ 167 ഗുണിതം ഉണ്ടോ? ഇല്ല. കാര്യം എന്താ? 200നും 1200നും ഇടയിൽ മതി. പലരും 1200നെ 6 കൊണ്ട് ഹരിക്കുമ്പം 1200 വരെയുള്ള ഗുണിതങ്ങൾ എടുക്കുക. ശരിയല്ലയോ? കൺസെപ്റ്റ് പരമായി അത് തെറ്റാ. കണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ പറഞ്ഞത്. ഓക്കെ, 500നും 1300നും ഇടയിലുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം. എടാ 500നും 1300നും ഇടയിലുള്ള 500നും 1300നും ഇടയിലുള്ള 500നും 1300നും ഇടയിൽ 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 ശരി, കണ്ണോടച്ചെഴുതും. ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ. അവസാന സംഖ്യ 1300, 1 കുറയ്ക്കും. 1299. രണ്ടിനെയും നമ്മൾ 7 കൊണ്ട് ഹരിക്കും. ഓക്കെ, രണ്ടിനെയും നമ്മൾ 7 കൊണ്ട് ഹരിക്കും. മക്കളെ 7 തവണ 49. ശിഷ്ടം 1. 10നകത്ത് ഒരു 7 7. ശിഷ്ടം 3. ഓക്കെ, ഇവിടെ ഒരു 7 7. ശിഷ്ടം മക്കളെ 5. 59നകത്ത് 7 8 56. ശിഷ്ടം 3 39നകത്ത് 7 5 35. ശിഷ്ടം 4. ശിഷ്ടം എന്ത് വേണേൽ കിട്ടിക്കോട്ടെ. നമ്മളെന്തോ ചെയ്യും? വലിയ ഹരണഫലം 185 മൈനസ് ചെറിയ ഹരണഫലം 71. 5 1 കുറച്ച 4. 8 7 കുറച്ച 1 114. നമ്മുടെ ശരി ഉത്തരം 114 ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് അടുത്തൊരു ചോദ്യത്തിലോട്ട് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 700 മുതൽ 1800 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര? കണ്ട മക്കളെ, ചോദ്യം ശ്രദ്ധിച്ചേ. 700 മുതൽ 1800 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര? എടാ 700നും 1800നും ഇടയിലെന്നല്ല പറയുന്നത്. 700നും 1800നും ഇടയിൽ എന്നല്ല പറയുന്നത്. 700 മുതൽ 1800 വരെ. കണ്ടോ? 700 മുതൽ നമുക്ക് വേണം മക്കളെ. 700 മുതൽ നമുക്ക് വേണം എങ്കിൽ അതിന് മുമ്പുള്ള 700 മുതൽ നമുക്ക് വേണമെങ്കിൽ അതിന് തൊട്ട് മുൻപേ വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളെയല്ലേ മാറ്റി വെക്കേണ്ടത്? ആലോചിച്ച് നോക്ക്. എടാ 700 തൊട്ട് ഉള്ള ഗുണിതങ്ങളെ അങ്ങോട്ട് നമുക്ക് വേണം എങ്കിൽ 799 തൊട്ടിപ്പുറം വരെ നിൽക്കുന്ന 7ൻ്റെ ഗുണിതങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അത് മാറ്റി വെക്കണ്ടേ? എടാ 700 മുതലുള്ള ഗുണിതങ്ങളെ നമുക്ക് വേണമെങ്കിൽ 700ന് തൊട്ട് മുൻപ് വരെ, അതായത് 699 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളെ തിരിച്ചറിയണം. എന്നിട്ട് അങ്ങോട്ട് മാറ്റി അവരെടുത്ത് കളയണ്ടേ? വേണ്ടേ? അതായത് ഞാൻ പറഞ്ഞത് കാര്യം വ്യക്തമായി കാണും. അതല്ല എങ്കിൽ കൺസെപ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി മക്കളെ. നിങ്ങൾ കറക്റ്റ് കാര്യം ഇത്രയേ ഉള്ളൂ. മുതൽ വരെ എന്ന് വന്നാൽ, എടാ ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട എന്തുവാ? നമ്മളെന്താ അവിടെ ചെയ്തതിൻ്റെ നേരെ വിപരീതം. എടാ ആദ്യ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കണം. ആദ്യ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കണം. രണ്ടാമത്തെ സംഖ്യ അങ്ങനെ തന്നെ എടുക്കണം.
കണ്ടോ കണ്ടോ ആദ്യ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കണം, രണ്ടാമത്തെ സംഖ്യ അങ്ങനെ തന്നെ എടുക്കണം. എടാ ആദ്യ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കണം, രണ്ടാമത്തെ സംഖ്യ അങ്ങനെ തന്നെ എടുക്കണം. അപ്പോൾ പറ 699നെ നമ്മളിതാ 7 കൊണ്ട് ഹരിക്കും, 1800നെയും 7 കൊണ്ട് ഹരിക്കും. പറ 7 856 7 9 63 7 9 7 9 63. ശിഷ്ടം മക്കളെ 6 69 വീണ്ടും 7 9 തവണ 63. ഓക്കെ, ശിഷ്ടം 6, ശിഷ്ടം എന്ത് വേണേ വന്നോട്ടെ. ഇവിടെ 7 2 14, ശിഷ്ടം 4 40 7 5 35, ശിഷ്ടം 5 വീണ്ടും 0 താത്തെഴുതി 50 7 7 49. ഓക്കെ, ശിഷ്ടം 1. നമ്മളെന്തോ ചെയ്യുന്നത്? വലിയ ഹരണഫലം 257 മൈനസ് ചെറിയ ഹരണഫലം 99. 17ൽ നിന്ന് 9 കുറച്ചാൽ മക്കളെ 8 അല്ലേ? അല്ലേ? ആരെ അവരോട് 4 ഉള്ളൂ. 14ൽ നിന്ന് 9 കുറച്ചാൽ 5. ഇവിടെ പിന്നെ 1 ഉള്ളൂ. 158. 158 എങ്കിൽ 700 മുതൽ 1800 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 158. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് കുറച്ച് പേർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഞാൻ ആദ്യം 699നെ 7 കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എടാ 1 മുതൽ നോക്ക് മക്കളെ, 1 മുതൽ 699 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടെത്തിയെന്ന്. 1 മുതൽ 699 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 99. ഓക്കെ, രണ്ടാമത് 1800നെ ഞാൻ 7 കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 മുതൽ ഇവിടം തൊട്ട് 1 മുതൽ എവിടം വരെ 1800 വരെ 1800 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടെത്തിയെന്ന്. 1 മുതൽ 1800 വരെയുള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 257. ശരിയല്ലേ? എങ്കിൽ പറ, ഈ 257ൽ നിന്ന് ഈ 99 കുറച്ചാൽ ബാക്കി വരുന്ന ഗുണിതങ്ങൾ എവിടം തൊട്ട് എവിടം വരെ ഉള്ളതാ? എവിടം തൊട്ട് എവിടം വരെ ഉള്ളതാ? എടാ 1 മുതൽ 699 വരെയുള്ള ഗുണിതങ്ങളെ മാറ്റിയാൽ പിന്നുള്ള എല്ലാ ഗുണിതങ്ങളും 700 മുതൽ 1800 വരെയുള്ളതല്ലേ മക്കളെ? എടാ 700 മുതൽ 1800 വരെയുള്ളതല്ലേ? 700 മുതൽ 1800 വരെയുള്ളതാ. ആ ഗുണിതങ്ങളുടെ എണ്ണമാണ് 158 അല്ലേ? ആ ഗുണിതങ്ങളുടെ എണ്ണമാണ് 158. നമുക്ക് വേണ്ടതോ 700 മുതൽ 1800 വരെ തന്നെയാണ്. 700 മുതൽ 1800 വരെ തന്നെയുള്ള ഗുണിതങ്ങളാണ് നമുക്ക് വേണ്ടതും. ശരിയല്ലേ? പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കും. ഇടയിലുള്ള എന്ന് വാക്ക് വന്നാൽ എന്ത് ചെയ്യും? ആദ്യ സംഖ്യ അങ്ങനെ തന്നെ, രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കണം. ഓക്കെ, മുതൽ വരെ വന്നാൽ എന്ത് ചെയ്യും? മുതൽ വരെ വന്നാൽ എന്ത് ചെയ്യും? ആദ്യ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കും, രണ്ടാമത്തെ സംഖ്യ അങ്ങനെ തന്നെ. എടാ ആദ്യ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കും, രണ്ടാമത്തെ സംഖ്യ അങ്ങനെ തന്നെ. ശരിയാണോ? ശരിയല്ലയോ? അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടെ. 100 മുതൽ 750 വരെയുള്ള 11ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം. 100 മുതൽ 750 വരെയുള്ള മക്കളെ, മുതൽ വരെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? മുതൽ വരെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? ആദ്യ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കും. 100ൽ നിന്ന് 1 കുറച്ചാൽ മക്കളെ 99. രണ്ടാമത്തെ സംഖ്യ അങ്ങനെ തന്നെ, 750 അങ്ങനെ തന്നെ. നമ്മൾ ഹരിക്കുന്നു. 11 കൊണ്ട് ഹരിക്കേണ്ടത്. 11 കൊണ്ട് ഹരിക്കേണ്ടത് 11 9 തവണ 99, ശിഷ്ടം 0. ഇവിടെ 11 6 തവണ 66 അല്ലേ? 66ഉം ശിഷ്ടം ബാക്കി 9 വരും. 90 11 8 തവണ 88, ശിഷ്ടം 2. നമ്മൾ എന്തോ ചെയ്യും? 68 മൈനസ് 9. ഓക്കെ, എന്ന് പറഞ്ഞാൽ 59 എന്ന് വരും. 59 ശരിയല്ലേ? 59 ശരി ഉത്തരം. ഓക്കെ, ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നും പരിചയപ്പെട്ടത് മക്കളെ കിഡിലൻ ഒരു മാർക്ക് തന്നെയാണ്. 10th പ്രിലിംസിനും മെയിൻസിനും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇത്തരം ഇനിയുള്ള ചോദ്യങ്ങൾ ഇതേപോലുള്ള കൂടുതൽ ടിപ്സുകളും ട്രിക്സുകളും കൂടുതൽ ചോദ്യങ്ങളും നിങ്ങളോട്ടെത്താൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാത്രമല്ല നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകുക. വരാൻ പോകുന്ന LDC, അതേപോലെ ഏറ്റവും ഹൈ പ്രൊഫൈൽ ജോലിയായ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, അതേപോലെ വരാൻ പോകുന്ന വേരിയസ് LGS, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കിഡിലൻ ബാച്ചുകൾ നമ്മുടെ ചലഞ്ചറിൽ ആരംഭിച്ചിരിക്കുന്നു.
ഇതിൻ്റെ ഭാഗമാകാനും ചലഞ്ചറിൻ്റെ ഏറ്റവും അടിപൊളി ഫീച്ചേഴ്സ് തിരിച്ചറിയാനും നിങ്ങളെ ചലഞ്ചറിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതേപോലെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടും നമുക്ക് പേഴ്സണലായിട്ട് എല്ലായിടത്തും എല്ലാ രീതിയിലും നമുക്ക് ആപ്പിൽ പരിചയപ്പെടാം എന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം ഇട പറയുന്നു. വിശാഖ് പാവുമ്പ.